കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ബാലറ്റ് പേപ്പറിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനൊപ്പം ബി.ജെ.പി. എന്ന് പ്രിന്റ് ചെയ്തിരുന്നതായി പരാതി. മോക്ക് കൗണ്ടിങ്ങിനിടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. സ്ഥാനാർത്ഥി ബി. രാധാകൃഷ്ണ മേനോന്റെ പേരിന് നേരെയുള്ള താമര ചിഹ്നത്തിനടിയിലാണ് ബി.ജെ.പി. എന്ന് എഴുത്ത് കണ്ടത്. സംഭവത്തിൽ യു.ഡി.എഫ് പ്രാദേശിക നേതൃത്വം ഉപവരണാധികാരിക്ക് പരാതി നൽകി. വിവരങ്ങളുമായി ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഒരു സർക്കുലറിൽ ബി.ജെ.പിയുടെ സീല് കണ്ടിരുന്നു. ഇപ്പോൾ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് താഴെ ബി.ജെ.പി. എന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ എന്താണ് പുതിയ പരാതിയിൽ പറയുന്നത്? ഹരി, ഗൗരവ തരത്തിലുള്ള വിഷയമാണ് ചങ്ങനാശ്ശേരിയിൽ സംഭവിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും ഒപ്പം ബി.ജെ.പി. എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് പരാതിയായി ഉയർന്നു വന്നിരിക്കുന്നത്. പ്രധാനമായും ബാലറ്റ് പേപ്പറിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന്, താമര ചിഹ്നത്തിന് താഴെ ബി.ജെ.പി. എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അതിന്റെ VVPAT പ്രിന്റ് ചെയ്ത് വരുമ്പോഴും സമാനമായ രീതിയിൽ ബി.ജെ.പി. എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള എഴുത്തുണ്ട് എന്നതാണ് UDF-ഉം LDF-ഉം ആരോപിക്കുന്നത്. UDF ഇപ്പോൾ ഉപവരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതി പരിശോധിച്ച ശേഷം ജില്ലാ വരണാധികാരിയായ കളക്ടർക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് പരാതി. ഈ പരാതി പരിശോധിക്കുമെന്നാണ് ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ചങ്ങനാശ്ശേരിയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. രാധാകൃഷ്ണ മേനോന്റെ പേര് ഉൾപ്പെടുന്ന ഷീറ്റിലാണ് ഇത്തരത്തിൽ ബി.ജെ.പിയുടെ ചിഹ്നമായ താമരയുടെ അടിയിൽ ബി.ജെ.പി. എന്ന് തോന്നിപ്പിക്കും വിധം കറുത്ത അക്ഷരത്തിലുള്ള എഴുത്തുള്ളതും. എന്തായാലും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് UDF നേതൃത്വവും അറിയിക്കുന്നത്. പ്രാദേശിക UDF നേതൃത്വം അടിയന്തരമായി ഈ VVPATകൾ അതോടൊപ്പം തന്നെ ബാലറ്റ് പേപ്പറുകളും പൂർണ്ണമായും പിൻവലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം കൂടുതൽ തുടർ നടപടികളും കോടതി നടപടികളിലേക്കും കടക്കുമെന്നും UDF നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഹരി, ജോസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നുണ്ടോ? ഇതുവരെ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ജില്ലയുടെ വരണാധികാരിയുടെ ചുമതലയുള്ള കളക്ടറുടെ ഭാഗത്തുനിന്നും അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നതാണ് ഇതിന്റെ നിയമവശമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ കളക്ടറുടെ ഭാഗത്തും ഔദ്യോഗികമായ ഒരു അറിയിപ്പായി പോവുകയും പിന്നീട് ഇതിലൊരു പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാനും ഇടയുണ്ട്. എന്തായാലും ഇന്ന് ചങ്ങനാശ്ശേരി SP കോളേജിൽ മോക്ക് കൗണ്ടിംഗ് പരിശോധനകൾ നടത്തിയിരുന്നു. ഈ മോക്ക് കൗണ്ടിംഗ് പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിൽ ബാലറ്റ് പേപ്പറിലും അതോടൊപ്പം VVPATലും സമാനമായ ഗൗരവ തരത്തിലുള്ള ഈ പ്രശ്നം കണ്ടെത്തിയതും തുടർന്ന് UDF പ്രാദേശിക നേതൃത്വം പരാതി നൽകിയതും. ഹരി, ശരി. കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് ബാലറ്റ് പേപ്പറിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനൊപ്പം ബി.ജെ.പി. എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത് കണ്ടത്. ഇപ്പോൾ UDF ഉപവരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജോസി ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.